ഒരു പുതിയ ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത ശേഷം അതിൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ടത് പാർട്ട്ണർ വിസയാണ്. ആ ട്രേഡ് ലൈസൻസിൽ മാനേജറായിട്ടുള്ള ആൾക്ക് വിസ ഇല്ലെങ്കിൽ, റെസിഡൻസ് വിസ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മാനേജർക്ക് ഒരു ഇൻവെസ്റ്റർ വിസയോ അല്ലെങ്കിൽ ഒരു മാനേജർ വിസയോ ഇഷ്യൂ ചെയ്യണം. എന്നിട്ട് അദ്ദേഹത്തിന് മെഡിക്കൽ എമിറേറ്റ്സ് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് എമിറേറ്റ്സ് ID കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്യണം, VAT രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഇത് ട്രേഡിംഗ് കമ്പനി ആണെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡും രജിസ്റ്റർ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ആ ട്രേഡ് ലൈസൻസിൽ എന്താണോ ആക്ടിവിറ്റി ഉള്ളത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് കമ്പനിയിലേക്ക് എംപ്ലോയീസ് വേണമെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബറിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കോട്ട അപ്ലൈ ചെയ്തിട്ട് എംപ്ലോയീസിനുള്ള വിസകൾ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഒരു സാധാരണഗതിയിൽ 3, 4, 5 വിസകൾ ഒരു സാധാരണ ഒരു ചെറിയ ട്രേഡ് ലൈസൻസ് നിങ്ങളുടെ കമ്പനിയിൽ കിട്ടുന്നതാണ്. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് കമൻറ്റ് ബിലോ.